ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് അറിയാത്തവരായി ആരുമുണ്ടാകില്ല. കപ്പലുകളും വിമാനങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ട് അപ്രത്യക്ഷമാകുന്ന സമുദ്രത്തിലെ ഒരിടം. അത്തരം പ്രതിഭാസങ്ങളെക്കുറിച്ച് കൃത്യമായ ശാസ്ത്രീയ വിശദീകരണങ്ങൾ ഉണ്ടായിട്ടും പലരും വിശ്വസിക്കപ്പെടുന്നത് സമുദ്രത്തിനിടയിൽ ഇന്നും മനുഷ്യർക്കറിയാത്ത ചില രാക്ഷസ ജീവികൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നും അവയാണ് കപ്പലുകളും വിമാനങ്ങളും അപ്രത്യക്ഷമാകുന്നതിന് പിന്നിലുള്ള കാരണം എന്നുമാണ്. അങ്ങനെ വിശ്വസിക്കപ്പെടുന്ന രാക്ഷസ ജീവികളിൽ ഇന്ന് സമുദ്രത്തിനിടയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ജീവിയാണ് ക്രേക്കൻ. പഴങ്കഥകളിൽ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു രാക്ഷസ നീരാളിയാണ് ക്രേക്കൻ. ഒരു കാലത്ത് നാവികരുടെ പേടി സ്വപ്നമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. നോർഡിക് നാടോടി കഥകളിലാണ് അങ്ങനൊരു ഭീകര സത്വത്തെക്കുറിച്ച് പറയപ്പെടുന്നത്. നോർത്ത് യൂറോപ്യൻ, നോർത്ത് അറ്റ്ലാന്റിക് മേഖലകളെയാണ് നോർഡിക് മേഖല എന്നറിയപ്പെടുന്നതും. പറഞ്ഞു കേട്ട കഥകൾ അനുസരിച്ച് ആ ഭീകര നീരാളിയുടെ ടെൻഡക്കിൾസ്, അതായത് നീരാളിയുടെ കാലുകളുടെ ഉൾഭാഗത്ത് കാണുന്ന വട്ടത്തിലുള്ള ഭാഗം, അതിൽ ഒന്നിൻ്റെ വ്യാസം ഏതാണ്ട് 150 മീറ്ററോളം ഉണ്ടാകും. അങ്ങനെ നോക്കിയാൽ ആ ജീവിയുടെ മൊത്തം നീളം ഏതാണ്ട് 2 കിലോമീറ്ററിൽ കൂടുതലാണ് പറയപ്പെടുന്നത്. നമുക്ക് ചിന്തിക്കാവുന്നതിലും അധികം വലുപ്പമുള്ള, നിഷ്പ്രയാസം ഭീമൻ കപ്പലുകളെ കടലിനടിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന, ആകാശത്തുകൂടെ പറന്നു പോകുന്ന വിമാനങ്ങളെ സ്വന്തം കൈകൊണ്ട് ഏന്തിപ്പിടിക്കാൻ കഴിയുന്ന അത്തരമൊരു ഭീകരജീവി സത്യമായിരിക്കുമോ? നീരാളിയുടെ കൈകൾ പോലെ നീണ്ട കൈകൾ ഉള്ളതുകൊണ്ട് അതൊരു ഭീമൻ നീരാളിയാകാമെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. അത് ചിലപ്പോൾ ഒരു സ്ക്വിഡ് ആവാം, ഒരു ഭീമൻ സ്ക്വിഡ്. ഇങ്ങനൊരു ജീവി സ്കാൻഡിനേവിയൻ നാടോടി കഥകളിലാണ് കൂടുതലും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു പേര്, ക്രേക്കൻ എന്ന പേര് ആ ജീവിക്ക് വരാൻ കാരണം ക്രേക്ക് എന്ന വാക്കിൽ നിന്നുമാണ്. ആ വാക്കിൻ്റെ അർത്ഥം ചുരുണ്ടത് അല്ലെങ്കിൽ ചുഴിയുണ്ടാക്കാൻ സാധിക്കുന്നത് എന്നൊക്കെയാണ്. വൈക്കിങ്സ് കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു ജീവിയെ പലരും നേരിട്ട് കണ്ടതായി പറയപ്പെട്ടിട്ടുള്ളത്. പുരാതന നൊവേറിയൻ മത്സ്യത്തൊഴിലാളികളിൽ പലരും ഉൾക്കടലിൽ അങ്ങനെ ഒരു ഭീകരജീവിയെ കണ്ടതായി പറയുന്നുണ്ട്. ദൂരെ നിന്നും കടലിന് മുകളിലേക്ക് ഉയർന്നു പൊന്തുന്ന നീരാളി കൈകൾ കണ്ട് ഭയന്നവരുണ്ട്. നേരിട്ട് കണ്ടവർ പറയുന്നു ആ ജീവിയുടെ മുന്നിൽ കൂറ്റൻ തിമിംഗിലങ്ങൾ വെറും ചെറു മത്സ്യങ്ങളാണ് എന്ന്. വിദൂരതയിൽ നിന്ന് ഞൊടിയിടയിൽ തൊട്ടടുത്തെത്താൻ കഴിവുള്ളതായും നിമിഷ നേരം കൊണ്ട് കൂറ്റൻ കപ്പലുകൾ അടിത്തട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകാനും അവയ്ക്ക് കഴിയുമെന്ന് അവർ അവകാശപ്പെടുന്നു. സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടുകൂടി സഞ്ചരിക്കുന്നത് കണ്ടാൽ ഭയക്കണം. കാരണം സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഈ ഭീകര സത്വത്തെ കണ്ടിട്ടായിരിക്കാം അവർ വരുന്നത് എന്ന് അന്നുള്ളവർ വിശ്വസിച്ചിരുന്നത്രേ. 13-ാം നൂറ്റാണ്ടിൽ സമുദ്രത്തിലൂടെ സഞ്ചരിച്ചിരുന്ന പലരും ക്രേക്കനെ നേരിട്ട് കണ്ടതായാണ് പറയപ്പെടുന്നത്. എന്നാൽ ശാസ്ത്രീയമായ നിരീക്ഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് അത് ചിലപ്പോൾ 43 അടിയോളം വലുപ്പമുള്ള ഒരു ഭീമൻ കണവയായിരിക്കാം എന്നാണ്. അതിനെ കണ്ടവർ ചിലപ്പോൾ എരിവും പുളിയും ചേർത്ത് ഏച്ചു കെട്ടിയ കെട്ടുകഥകളായിരിക്കാം നമ്മൾ ഇന്ന് കേൾക്കുന്ന ക്രേക്കൻ കഥകളെന്നും പറയപ്പെടുന്നു. എഡ്ഡി വൈഡർ എന്ന സമുദ്ര നിരീക്ഷകന്റെ അഭിപ്രായത്തിൽ അതിലും വലിയ കണവകളും നീരാളികളും സമുദ്രത്തിനടിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനർത്ഥം കിലോമീറ്ററുകൾ നീളമുള്ള ജീവികൾ ഉണ്ടാകാം എന്നല്ല, പക്ഷേ അങ്ങനൊന്നും ഉണ്ടാകില്ല എന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ഭൂമിയിലെ സമുദ്രത്തിൻ്റെ വെറും 5% മാത്രമേ മനുഷ്യരായ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള 95% എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല എന്ന് എഡ്ഡി പറയുന്നു. അങ്ങനെ സമുദ്രത്തിനടിയിൽ ഒരു ഭീകര സത്വം ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കുമോ? ഇല്ല എന്ന് ശാസ്ത്രത്തിന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല. അതിന് കാരണമായി പറയുന്നത് ടെക്ടോണിക് ആക്ടിവിറ്റീസ് ആണ്. അതായത് ഇന്ന് വരെ നമുക്ക് അത്തരത്തിലുള്ളൊരു ജീവിയുടെ തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിലും അങ്ങനെയൊന്നും ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതിന് കാരണമായി ശാസ്ത്രം പറയുന്നത് സമുദ്രത്തിന് അടിത്തട്ടിൽ ഭൂമികുലുക്കം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാവുകയോ ചെയ്താൽ അത് സമുദ്രത്തിൻ്റെ സന്തുലിതാവസ്ഥയെ ബാധിക്കുകയും അങ്ങനെ രാക്ഷസ ജീവികൾ സൃഷ്ടിക്കപ്പെടാനുള്ളൊരു സാഹചര്യം സംഭവിക്കുകയും ചെയ്തേക്കാം എന്നൊരു സാധ്യത ശാസ്ത്രം പറയുന്നുണ്ട്. ക്രേക്കന് സൈക്കോളജിക്കലായ മറ്റൊരു വേർഷൻ കൂടിയുണ്ട്. അതായത് കടലിലൂടെയുള്ള നീണ്ട ഏകാന്ത യാത്ര പലരിലും പല തോന്നലുകളും സൃഷ്ടിച്ചേക്കാം. അത്തരത്തിലുള്ള യാത്രയിൽ കഥകളിൽ നമ്മൾ കേട്ടിട്ടുള്ള രാക്ഷസ സത്വങ്ങളെ പലരും നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് വെറും സാങ്കല്പികമായിരുന്നുവെങ്കിലും അത് നേരിട്ട് കണ്ടതായാണ് പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ളത്. അത് അവരുടെ സൈക്കോളജിക്കലായ പ്രശ്നങ്ങളാണ് എന്നാണ് വിശദീകരിക്കപ്പെടുന്നത്. സമുദ്രത്തിനടിയിൽ ക്രേക്കൻ എന്നൊരു ഭീകര സത്വം ജീവിച്ചിരിക്കുന്നുണ്ടോ? ഉത്തരമില്ലാത്തൊരു ചോദ്യം തന്നെയാണത്. പലരും പറയുന്നത് ഉണ്ട് എന്നാണ്, ചിലർ പറയുന്നത് ഇല്ല എന്നാണ്. ഇല്ല എന്ന് പറയുന്നവരോട് ഉണ്ട് എന്ന് പറയുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ കാണാത്തതെല്ലാം ഇല്ല എന്നാണോ അർത്ഥം എന്നാണോ? ശാസ്ത്രീയമായ യാതൊരു തെളിവുകളും ക്രേക്കനെ കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടില്ല.
അതിൻ്റെ അർത്ഥം അങ്ങനൊരു ജീവി ഇല്ല എന്നല്ല. കാരണം അത്തരത്തിൽ ഭീമാകാരനായ ജീവികൾ ഉണ്ടാകാനുള്ള സാധ്യതയെ ശാസ്ത്രം തള്ളിക്കളയുന്നൊന്നുമില്ല. എന്നിരുന്നാലും ഇന്നും കടലിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ക്രേക്കൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാലോ എന്നൊരു ഭയമുള്ളതായി പറയുന്നുണ്ട്. അങ്ങനൊരു ഭയം വെറും ഒരു ഭയമായി തന്നെ നിലനിൽക്കട്ടെ.